വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഇതപ്പെട്ട ഐറ്റം എല്ലാം നമുക്കെല്ലാം ഇഷ്ടമല്ലേ. പ്രത്യേകിച്ചുണ്ടല്ലോ ഇത് പെട്ടെന്ന് ഇളകി പോകുന്ന സ്റ്റിക്കർ വർക്കല്ല കേട്ടോ. ആ രീതിയിൽ അതിനകത്ത് നമ്മൾ കറക്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഗം കൊടുത്ത് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നതാണ്. ഒരുപാട് കാലം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, നമ്മുടെ വീഡിയോസൊക്കെ പണ്ടോട്ടേ വാച്ച് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. ഞാൻ സ്റ്റിക്കർ വർക്കിൻ്റെ എന്തുമേ കൊണ്ടുവന്ന് നമ്മൾ സെയിലാക്കി അല്ലേ. ഇപ്പം നാണ്ട ഒരു വെറൈറ്റി മോഡലാക്കിക്കൊണ്ട് വന്നിരിക്കുന്ന ഐറ്റം. നല്ലൊരു ചില്ലി റെഡ് അല്ലേ നമ്മളെ ഇത്. നല്ലൊരു മെറൂൺ, ഡാർക്ക് മെറൂൺ അല്ലേ. ഭയങ്കര ലുക്ക് കേട്ടോ. നമ്മൾ ഇത് ഇട്ടുകൊണ്ട് പോയാണ്ടല്ലോ നമ്മുടെ എന്താ പറയുക ഡിസൈൻ ചെയ്ത ഐറ്റം എങ്ങനെ നമ്മൾ ഇടുന്നോ അതേ ഒരു ഫീലോട് കൂടി ഇടാം. ഫോക്സ് ജോർജറ്റാണ് ബ്ലൂമിങ് ചാർട്ടിൽ വരുന്ന ഫോക്സ് ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത്. സാധാരണ ചെയ്യുന്ന രീതിയിൽ നമ്മൾ നമുക്ക് റേറ്റ് കുറച്ചുകൂടെ നമുക്ക് ലോക്കലായിട്ട് ഇത് ചെയ്യാം. പക്ഷേ ആ രീതിയിലാണ് അത് ചെയ്തേക്കുന്നത്. അത്രയും സൂപ്പർ ഒരു ഐറ്റത്തിന് 1580 മാത്രമാണ് പ്രൈസ് വരുന്നത്. 1580 ആണ്. മിസ്സാക്കൽ. ഇതെടുത്തിട്ട് എനിക്ക് കമൻറ്റൂടെ ചെയ്യണത് കണ്ടോ. ദുപ്പട്ടയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും സാധാരണ നമ്മളിങ്ങനെ തൊടുമ്പോഴേ ഇളകിപ്പോകുന്നത്. പക്ഷേ ഇതങ്ങനെ ഇളകിപ്പോകുന്ന ഒരു ഐറ്റം അല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാഷിംഗ് മെഷീനിലൊന്നും ഇടുകയേ ചെയ്യല്ലേ. നമ്മൾ സ്റ്റിക്കർ വർക്കിൻ്റെ ഏത് ഐറ്റവും എപ്പോഴായാലും സൂക്ഷിച്ച് ഉപയോഗിക്കുക കേട്ടോ. നമുക്ക് കുറേ കാലം ഉപയോഗിക്കുന്ന എനിക്കൊരു ഗ്യാരണ്ടി പറയാൻ പറ്റും. അത്രയും നല്ലതാണ്. അപ്പോൾ ഇത് വേണ്ടവർക്ക് ഇത് ചൂസ് ചെയ്യാം. നെക്സ്റ്റ് കളർ കാണാം. അടുത്ത കളർ കണ്ടോ. ഇത് എന്ത് കളർ നമ്മളെ ബർഗണ്ടി ഷെയ്ഡ് എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? വൈനല്ല, പക്ഷേ ബർഗണ്ടി ഷെയ്ഡും പിന്നെ എന്താ പറയാ അല്ലേ, വയലറ്റും ബർഗണ്ടിയും കൂടെ ചേർന്ന് വരുന്ന ക്യൂട്ട് കളറാണ്. അടിപൊളി കേട്ടോ. സൂപ്പർ. അതാ ഷേപ്പൊക്കെ നോക്കണം. എനിക്ക് വയറിലോട്ട് ഒത്തിരി പിടിച്ച് കാണിക്കാനൊക്കെ ഇല്ല കേട്ടോ. പക്ഷേ അടിപൊളിയാണ്. നെക്സ്റ്റ് കളർ കാണാം. ഇതൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ. പക്ഷേ ക്യാമറയിൽ ചെറിയ കളർ വേരിയേഷൻസ് ഉണ്ട്. അടിപൊളിയായിട്ടുള്ള ഡാർക്ക് നല്ല കരിഞ്ഞ ബോട്ടിൽ ഗ്രീൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതേപോലത്തെ ബോട്ടിൽ ഗ്രീൻ ആണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആയില്ലേ. എനിക്കും അതുപോലെ. ഇതിനകത്ത് ഞാനിപ്പോൾ ചോദിക്കുന്നത് ഏത് തയ്ച്ചിട്ടാ കൊള്ളാമെന്ന്. എനിക്ക് ഫ്ലോറിലൊക്കെ ഇപ്പോൾ ഒരുപാട് കസ്റ്റമറൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ ഫ്ലോറിൽ അത്യാവശ്യം വൃത്തിയോളം ഇട്ടില്ലെങ്കിൽ നമുക്കൊരു ഇതല്ലേ. അതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വരിക്കും ഇതെല്ലാം അങ്ങ് തയ്ക്കാമെന്ന്. തയ്ച്ചിട്ടുകൊണ്ട് വരണമെന്ന് ആഗ്രഹം. പറ്റുവാണെങ്കിൽ ഇതൊക്കെ ഞാൻ തയ്ച്ചിടാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കളർ കാണാം. അടുത്ത കളർ കണ്ടോ. ഇത് ടീൽ ബ്ലൂവും രാമായും കൂടെ പാസ്റ്റൽ ടെൻ. എനിക്കറിയില്ല. ഇപ്പം എനിക്ക് വീഡിയോ എടുക്കുന്നതും പിന്നെ എന്താ പറയുക എല്ലാം ചെയ്യുന്ന പിള്ളേരൊക്കെ തന്നെ ഇതിൻ്റെ പേരും കണ്ടുപിടിക്കുന്നത്. കാരണം അതൊന്നും വെറൈറ്റി പേര്, നമ്മുടെ വായിലൊന്നും കൊള്ളാത്ത പേരുകളാണ് ഈ ഒരു കളേഴ്സിൽ വരുന്നത്. അവൻ തന്നെ ഇപ്പോൾ പറഞ്ഞല്ലേ കാസ്റ്റൽ ടെൻ. അതൊക്കെ എല്ലാവരും പറയുന്ന കളറായിരിക്കാം. നമ്മളെപ്പോഴും ഇങ്ങനെയൊക്കെ അല്ലേ പറയുന്നത്. രാമ ഗ്രീനും ഡാർക്ക് രാമ ഗ്രീനൊക്കെ അല്ലേ പറയുന്നത്. പക്ഷെ ഇതൊക്കെ വെറൈറ്റി കളേഴ്സാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് കളർ കാണാം. ലാസ്റ്റ് കളറൊന്ന് നോക്കിയേ. എന്തൊരു ഭംഗിയല്ലേ കാണാനായിട്ട്. നല്ല രസമായിട്ട് നമ്മുടെ ഫേസിനെ ക്യൂട്ടാക്കുന്ന. ചുമ്മാ ഞാനിങ്ങനെ വെച്ചാൽ പോലും ക്യൂട്ടാകും അല്ലേ. അതേപോലത്തെ ഷെയ്ഡാണ്. ഇത് നമുക്ക് തീരുവാണെങ്കിൽ പ്രീ ബുക്കിങ്ങും പോസിബിൾ ആണ്. പക്ഷേ ഇത്തിരി ലേറ്റായി പ്രീ ബുക്കിംഗ് എനിക്ക് കൊണ്ടുവരാനൊക്കെ 30 days ഒക്കെ എന്തായാലും എടുക്കേണ്ടി വരും. അപ്പം പ്രീ ബുക്കിംഗ് വേണ്ടവർക്ക് പറയാം, അതല്ലെങ്കിൽ റീസ്റ്റോക്ക് വേണ്ടവർക്ക് പറയാം. എനിക്കറിയാം എന്തായാലും ഇത് ഓൺലൈനിൽ പോയില്ലെങ്കിൽ പോലും എനിക്ക് എൻ്റെ ഷോപ്പിൽ നല്ല രീതിയിൽ സെയിലാവുമെന്ന് ഫുൾ ഗ്യാരണ്ടി ഉണ്ട് കേട്ടോ. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഐറ്റം. ഇത് വേണ്ടവർക്ക് ചൂസ് ചെയ്യാം. നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണും വരെ ബൈ.